ഇന്നത്തെ എപ്പിസോഡിൽ ശ്രുതിനെ കാണാൻ വേണ്ടിയിട്ട് ശ്രുതി ഉള്ളിലേക്ക് കയറി വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ശ്രുതി ഓരോ പണികളൊക്കെ ചെയ്യുന്ന പോലെ കാണിക്കും കേട്ടോ. അപ്പോൾ ശ്രുതി പറയും, നിങ്ങളുടെ ഇവിടെ സ്റ്റാഫ്സൊക്കെ എന്തിങ്ങനെ, അവരെന്നോട് എന്ത് മര്യാദയില്ലാതെ പെരുമാറിയതെന്ന് അറിയോ, നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഇങ്ങോട്ട് കടത്തി വിട്ടില്ല എന്നൊക്കെ പറയട്ടോ. എന്നിട്ട് ചുറ്റും നോക്കുമ്പോൾ അവിടെ വേറെ ആരെയും കാണുന്നില്ല. അപ്പോൾ ശ്രുതി പറയും, ഇവിടെ ആരും ഇല്ലല്ലോ, പിന്നെ നീ എന്താ തിരക്കില്ലാന്ന് പറഞ്ഞത് അവരെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, ഉള്ളിലാണ് ആൾക്കാരൊക്കെ, ഇവിടെ ആരും ഇല്ലാന്നേ ഉള്ളൂ എന്നൊക്കെ പറയട്ടോ. ശ്രുതി എന്തിനാ വന്നേ ചോദിക്കുമ്പോൾ, അതെ എൻ്റെ ജോലിയുടെ കാര്യം നീ അത് മറന്നോ, കാനഡയ്ക്ക് പോകാൻ ഒരു 14 ലക്ഷം രൂപ നീ എങ്ങനെയെങ്കിലും നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടൊന്ന് വാങ്ങി തരുമോ ചോദിക്കുമ്പോൾ, ശ്രുതിക്ക് എന്താ വയ്യേ, എൻ്റെ അച്ഛൻ ജയിലിലാന്ന് അറിഞ്ഞൂടെ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, അതിനെന്താ, ജയിലിലാണെങ്കിലും അക്കൗണ്ടിൽ പൈസ ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടൊക്കെ മരവിപ്പിച്ചിരിക്കുക, അവിടെ നിന്നൊന്നും പൈസ വാങ്ങാനൊന്നും പറ്റില്ല എന്ന് പറയട്ടോ. എന്നാൽ നീ നിൻ്റെ ഇളയച്ചനോട് ചോദിച്ചിട്ട് എങ്കിലും വാങ്ങിത്തായി ശ്രുതി, എനിക്ക് എങ്ങനെയെങ്കിലും അത് പോകണം, അതിന് പൈസ അടയ്ക്കേണ്ട ഡേറ്റ് ആയി എന്നൊക്കെ അങ്ങനെ പറയട്ടോ. അപ്പോൾ ശ്രുതി പറയും, എന്നോട് എന്നെ പൈസ ചോദിച്ചിട്ട് ആരും വരണ്ട, എന്താ എല്ലാവരും എന്നോട് വന്ന് പൈസ ചോദിക്കുന്നത്, ഞാൻ പൈസ കഴിക്കാൻ മരമൊന്നുമല്ല എന്നോട് വന്ന് ചോദിക്കാന്നൊക്കെ പറയട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കും, അതാരാ നിന്നോട് വന്ന് ചോദിക്കണേ, വേറെ ആരോ നിന്നോട് ചോദിച്ചതെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പെട്ടെന്ന് ആദ്യം ഞെട്ടും. അത് പിന്നെ എന്നൊക്കെ പറയട്ടോ. അപ്പം മീര പറയും, അത് പിന്നെ ഇവളോട് കുറേ പേര് പൈസ കടമൊക്കെ ചോദിക്കുന്നുണ്ട്, അതാ അവൾ ഉദ്ദേശിച്ചതെന്ന് പറയട്ടോ. എന്നിട്ട് ശ്രുതി പറയും, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, എൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമെന്ന് വിചാരിക്കണ്ട, ശ്രുതി വേണമെങ്കിൽ അമ്മോട് പോയി ചോദിക്കുമെന്ന് പറയട്ടോ. അപ്പോൾ ശ്രുതി പറയും, അമ്മടേൽ എവിടെ നിന്ന് ഇത്രയും പൈസ എന്ന് ചോദിക്കും. അമ്മടേലല്ല, നമ്മുടെ വീടിൻ്റെ ആധാരം ഉള്ളത്, അതിനുവേണ്ടി അതൊന്ന് പൈസ എടുത്തിട്ടല്ലേ സച്ചിക്ക് കാർ എടുത്തേ, അതുപോലെ അതിന് ബാക്കി പൈസക്ക് ശ്രുതിക്ക് തരാൻ പറയും എന്നിങ്ങനെ പറയും. അങ്ങനെ അത് നല്ല ഐഡിയ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും പറഞ്ഞത് കേട്ടിട്ട് ശ്രുതി വേഗം വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് അങ്ങനെ അമ്മോട് ചോദിക്കുകയാണ്, അമ്മ എനിക്ക് പൈസ തരുമോ എന്നൊക്കെ തന്നെ ചോദിക്കും കേട്ടോ. അപ്പം നിന്നോടാരും എന്നോട് പൈസ ചോദിക്കാൻ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ പറയുമ്പോൾ, അമ്മയുടെ ഈ വീടൊന്ന് പണയപ്പെടുത്തിയിട്ട് അതിന് എനിക്ക് പൈസ എടുത്തായോ എന്ന് പറയുമ്പോൾ, വീട് പണയപ്പെടുത്തിയിട്ടോ അത് നടക്കൊന്നുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ ശ്രുതി പറയും, പിന്നെ ഈ വീട് പണയപ്പെടുത്തി കഴിഞ്ഞ് 14 ലക്ഷം രൂപയ്ക്ക് സിമ്പിളായിട്ട് കിട്ടും, എന്താ അമ്മ എനിക്ക് വേണ്ടി ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ, പറ്റില്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീടും കൂടി വിറ്റിട്ട് ഞങ്ങൾ റെയിൽവേ പാളത്തിൽ പോയി കിടക്കണോ എന്നൊക്കെ അങ്ങനെ ചോദിക്കും. അതിന് ശേഷം അപ്പോൾ അവിടേക്ക് ശ്രുതി കയറി വരികയാണ്. അപ്പോൾ ശ്രുതി വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ, എന്താ അവിടെ സംസാരം, എന്തോ ഒരു സീരിയസ് ആയിട്ട് എന്തോ ചർച്ച ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതിക്ക് പറയും, ഇവ എന്താ ചോദിച്ചതെന്ന് നീ അറിഞ്ഞോ എന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, അവൾക്കറിയാം ഇത് നേരത്തെ തന്നെ, അവൾ ആണ് എനിക്ക് ഈ ഐഡിയ പറഞ്ഞത്, അമ്മോട് ചോദിക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് ആകെ ഒരു മാതിരിയാവും കേട്ടോ. അങ്ങനെ കുറേ തവണ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ചന്ദ്ര എന്നിട്ട് അവസാനം ശ്രുതിയോട് പറയും, നിനക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ നിൻ്റെ അച്ഛനോട് ചോദിക്കുക, എന്നിട്ട് അവന് വാങ്ങി കൊടുക്കുക എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ.